RPL-ലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി മാനേജ്മെന്റ് നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണം. തെന്മല എർത്ത് ഡാമിലെ ജലനിരപ്പ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ക്രമാതീതമായി താഴ്ന്നതോടെയാണ് പ്രദേശത്ത് ജലക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങിയത്. വരൾച്ചയുടെ കാഠിന്യം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് RPL-നെ തന്നെയാണ്. RPL ഐരനല്ലൂർ എസ്റ്റേറ്റിലെയും കുളത്തൂപ്പുഴ എസ്റ്റേറ്റിലെയും ജനങ്ങൾ വെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. RPL-ന്റെ ഏക ടാങ്കർ ലോറിയാണ് 2 കോളനികളിലേക്കും വെള്ളം എത്തിക്കുന്നത്, അതും ആഴ്ചയിലൊരിക്കൽ. കുടിവെള്ള ടാങ്കർ കാത്തുനിൽക്കുന്നവർക്ക് വെള്ളം കിട്ടുന്നതോ റേഷൻ വ്യവസ്ഥയിലും. ജീവിത ആവശ്യത്തിന് വെള്ളം കിട്ടാതായതോടെ RPL-ലെ ചില ചതുപ്പ് പ്രദേശങ്ങളിൽ കുളം കുത്തിയാണ് ഇപ്പോഴിവർ ജലം ശേഖരിക്കുന്നത്. RPL-ലെ ട്രേഡ് യൂണിയനുകൾ ജലക്ഷാമം പരിഹരിക്കുന്നതിനായി മാനേജ്മെന്റിനെ സമീപിച്ചപ്പോൾ നിഷേധാത്മക നിലപാടാണ് മാനേജ്മെന്റ് സ്വീകരിച്ചതെന്ന് പ്ലാന്റേഷൻ വർക്കേഴ്സ് CIT പുനലൂർ RPL മേഖലാ സെക്രട്ടറി J. തോമസ് കുട്ടി ലൈവ് വാർത്തയോട് പറഞ്ഞു. പുനലൂർ റിഹാബിലിറ്റേഷൻ പ്ലാന്റേഷന്റെ കുളത്തൂപ്പുഴ ഐരനല്ലൂർ എസ്റ്റേറ്റുകളിലായി രൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ് നിലനിൽക്കുന്നത്. ഏകദേശം 3 മാസം മുമ്പ് ബന്ധപ്പെട്ട യൂണിയനുകൾ മാനേജ്മെന്റിനെ ഇത് സംബന്ധിച്ച് പരിഹരിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കുന്ന സംബന്ധിച്ചൊരു ചർച്ച പോലും മാനേജ്മെന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഐരനല്ലൂരിലെ 7ാം ബ്ലോക്ക്, 3ാം ബ്ലോക്ക്, 8ാം ബ്ലോക്ക് ഇവിടങ്ങളിൽ രൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എലിപ്പാട് കോളനിയിൽ വർഷങ്ങളായി കുടിവെള്ള പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. കുളത്തൂപ്പുഴ എസ്റ്റേറ്റിലാണെങ്കിൽ ചന്ദനക്കാവ് കോളനി, 2J കോളനി, 2H കോളനി, 2E കോളനി, ഈ കോളനിയിലെല്ലാം വെള്ളംവണ്ടി കോളനി, ഇതെല്ലാം രൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ്. കമ്പനി നാമമാത്രമായി കുടിവെള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ 3 ദിവസത്തിലൊരിക്കലും 4 ദിവസത്തിലൊരിക്കലുമാണ് ഒരു കോളനിയിൽ വെള്ളം എത്തുന്നത്. അത് വളരെ പരിമിതമാണ്. അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ CIT പറയാനുള്ളത്, ഇത് സംബന്ധിച്ച് പുറത്തുനിന്നുകൂടെ വണ്ടി വാടകയ്ക്കെടുത്ത് എല്ലാ ദിവസങ്ങളിലും കോളനിയിൽ വെള്ളമെത്തിക്കുന്നുള്ള ഒരു സംവിധാനം മാനേജ്മെന്റ് അടിയന്തരമായി പരിഹരിക്കും. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.